ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു ത്രെഡ് വർക്കായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് നമ്മളിതും ചെയ്യണത്. അപ്പം നമുക്ക് എങ്ങനെയാണ് നെക്ക് വരുന്നതെന്ന് നോക്കാം. ഇത് നമ്മളൊരു വി നെക്കിലാണ് ചെയ്തെടുക്കാനായിട്ട് പോണത്. ഇപ്പം നിങ്ങളിപ്പം വി നെക്കല്ല, അല്ലാത്ത നെക്കിലാണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത നെക്കാണെങ്കിൽ അതിനകത്തേക്കും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള നെക്കാണോ നമ്മൾ ചെയ്യുന്നത്, അതിന് ആ ഒരു നെക്കിനോട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്നുകൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം അതിനുള്ളിലാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വൈറ്റ് ക്ലോത്താണ് ഇന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ വൈറ്റ് ക്ലോത്ത് എടുത്തേക്കുന്നതുകൊണ്ട് ചോക്ക് കൊണ്ട് വരച്ചാൽ നിങ്ങൾക്ക് അത്ര കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊന്ന് പെൻസിൽ കൊണ്ട് വരച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും പെൻസിൽ കൊണ്ടൊന്നും വരച്ചേക്കരുത്. കാരണം നമ്മൾ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ അത് പുറത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല കളറുള്ള ഒരു മാർക്കർ എന്ന് വെച്ചാൽ ചോക്ക് കൊണ്ട് മാത്രമേ മാർക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്ലാസ് പെൻസിലാണെങ്കിൽ അതും വൈറ്റ് കളറാണല്ലോ. അപ്പോൾ അത് നമ്മൾ വൈറ്റിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്കത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ലീഫ് പാറ്റേൺ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലീഫ് പാറ്റേൺ ആണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്തിലുള്ളൊരു ലീഫാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഡ്രസ്സിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരുടെ മെഷർമെൻറ്റ്സിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വലിപ്പത്തിൽ സൈസ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. അത്യാവശ്യം നീളത്തിൽ തന്നെ വരയ്ക്കുന്നതാണ് കുറച്ച് ഭംഗി. അപ്പോൾ നമ്മൾ ഇതുപോലെ ലീഫ് പാറ്റേൺ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിക്കാണ് വരച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പേൾ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്, റെഡ് കളർ. നിങ്ങൾ ആ തമ്പനയിൽ പിക്ചർ കണ്ടല്ലോ, അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ അതോടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഒരു ഗ്യാപ്പിനുള്ളിലായിരിക്കണം നമ്മളിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ടും ഇതിനകത്തേക്ക് വേണ്ടത് ത്രെഡാണ്. പിന്നെ നമ്മൾ ഇതുപോലെ ബീഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്കിന് രണ്ട് സൈഡിലും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വേണം ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ത്രെഡ് എടുത്തേക്കണം, ഞാൻ ഡോളി ത്രെഡാണ് എടുത്തേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽക്കിൻ്റെ ത്രെഡ് എടുക്കാം, ഭയങ്കര ത്രെഡ് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എടുക്കുമ്പം ഇതേപോലെ രണ്ട് കളർ, ഗ്രീൻ കളർ വേണം എടുക്കാൻ. ഒന്ന് ലൈറ്റ് ആണെങ്കിൽ ഒന്ന് ഡാർക്ക് കളർ വേണം എടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള നീഡിലാണ് വേണ്ടത് ത്രെഡ് കടന്നു പോകാനായിട്ട്. പിന്നെ ഇതുപോലെ പേൾ ബീഡ് എടുത്തിട്ടുണ്ട്, അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള നീഡിലും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യമേ ലീഫൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ ചെയ്യാൻ പോണത് ഫ്ലൈയിങ് സ്റ്റിച്ചാണ് കേട്ടോ. ഫ്ലൈയിങ് സ്റ്റിച്ചിൽ നമ്മൾ ഈ ഒരു ലീഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്ലൈയിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തവർ ഇതേ ഇങ്ങനെ നോക്കിക്കോ. നമ്മൾ ആദ്യമേ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് കുത്തിയെടുത്തിട്ട് അത്യാവശ്യം താഴേക്ക് നല്ല നീളത്തിൽ തന്നെ കുത്തി കൊടുക്കുക. നമ്മൾ നല്ല നീളത്തിലുള്ള ലീഫാണ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇനിയിപ്പം നമ്മൾ താഴേക്ക് കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരെ മേളിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം അതേ സൈഡിൽ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുത്തി താഴേക്ക് ഇറക്കുക. താഴോട്ട് ഇറക്കുമ്പോൾ നൂല് കംപ്ലീറ്റ് ആയിട്ടും വലിച്ച് വിടരുത്. അതിന് ശേഷം നമ്മൾ താഴേന്ന് ഇതുപോലെ നമ്മൾ സെൻറ്ററിൽ കുത്തിയെടുത്തതിന് തൊട്ട് പുറയിലായിട്ട് കുത്തിയെടുത്തിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു നൂലിനുള്ളിലൂടെ കടത്തി നമ്മളിതുപോലെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലൈയിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഏത് രീതിക്കാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടും ലീഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നമ്മൾ ഇതുപോലുള്ള ത്രെഡ് കൊണ്ട് ചെയ്ത് പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ സിൽക്കിൻ്റെ ത്രെഡൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എപ്പോഴും ഇങ്ങനെയുള്ള വർക്കുകൾ ഫെയർ ആയിട്ട് ചെയ്യുമ്പോൾ സിൽക്കിൻ്റെ ത്രെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ് ആയിരിക്കും വർക്കിന്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വരും. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള ത്രെഡ് കൊണ്ടാണെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഭയങ്കര ത്രെഡൊക്കെ യൂസ് ചെയ്യുക, നല്ല ഭംഗിയായിട്ട് കുറേ നാൾക്ക് ലാസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. ഈ ഒരു സമയത്ത് മാത്രമല്ല, നമ്മൾക്ക് എപ്പോഴും വെയർ ചെയ്യാവുന്ന ഒരു ഡ്രസ്സാണിതിപ്പോൾ. നമ്മൾ ക്രിസ്മസിൻ്റെ ഒക്കേഷനിൽ നമ്മൾ പ്രത്യേകിച്ച് ആ ഒരു സമയത്തെ സൂചിപ്പിക്കുന്ന കളേഴ്സാണല്ലോ റെഡ്, വൈറ്റ്, പിന്നെ ഇതുപോലുള്ള ഗ്രീന് ഒക്കെ. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് കളറിൽ വേണേലും ഏത് ഡ്രസ്സിൽ വേണേലും ഇത് ചെയ്തെടുക്കാം. ലീഫ് പാറ്റേൺ നിങ്ങൾക്ക് ഏത് വേണേലും സെലക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കൂടി ചെയ്യാൻ പറ്റുന്നത് ഏത് രീതിയാണോ ആ രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് ലീഫ് പാറ്റേൺ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു തമ്പനയിലിൽ കണ്ട പിക്ചറാണെങ്കിൽ അതും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മറ്റൊരു രീതി കൂടെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫ്ലൈയിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫിഷ് ബോൺ സ്റ്റിച്ചും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ലീഫ് പാറ്റേൺ ആണ്. നല്ല എളുപ്പത്തിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാനും പറ്റും, നല്ല ഭംഗിയുമാണ് കാണാനായിട്ട്. അപ്പോൾ അത്യാവശ്യം നീളമുള്ള ലീഫൊക്കെ ആകുമ്പോൾ ഈ ഒരു രീതി ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഒരു ലീഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലീഫ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരെണ്ണം ഇതുപോലെ ലൈറ്റ് കളർ ഗ്രീനാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇനി അടുത്തത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഡാർക്ക് കളറുള്ള കളറാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ ഓരോന്ന് ഇടവിട്ട് നിങ്ങൾ മാറ്റി ചെയ്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ അടുത്തത് നമ്മൾ ഇതുപോലെ ലീഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സെൻറ്ററിൽ നിന്ന് ഇതുപോലെ എടുത്തിട്ട് താഴേക്ക് കുത്തി കൊടുക്കുക. ഇനി ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ പൊക്കിയെടുക്കുക. അതിനുശേഷം സെൻറ്ററിലേക്ക് താഴ്ത്തി കൊടുക്കുക. നെക്സ്റ്റ് സൈഡിലും ഇതേപോലെ തന്നെ നമ്മൾ മേളിൽ നിന്ന് കുത്തിയെടുക്കുക, സെൻറ്ററിലേക്ക് താഴ്ത്തി കൊടുക്കുക. അത്രേ ഉള്ളൂ ഈ ഒരു വർക്ക് വരുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലീഫ് പാറ്റേൺ ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 രീതിയിൽ കാണിച്ചു തന്നത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ലീഫും ഒരേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണം, എങ്കിലേ നമ്മളുടെ ആ ഒരു വർക്കിന് നല്ല ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്തോണം. അപ്പോൾ ഈ ഒരു രീതിയാണ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനി അതല്ല നമ്മൾ പ്ലെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളത് എപ്പോഴും ഫെയർ ആയിട്ട് ചെയ്യുന്നതിന് മുന്നേ റഫായിട്ട് ചെയ്ത് നോക്കി പെർഫെക്റ്റ് ആയതിന് ശേഷം ഫെയറിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ഈ ഒരു രീതിക്ക് ലീഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒന്നിടവിട്ട് ഓരോ കളേഴ്സ് ചൂസ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കല്ലേ. ത്രെഡ് വർക്ക് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിലെ ബേസിക് എംബ്രോയ്ഡറി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നമ്മൾ ലീഫ് പാറ്റേൺ തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് മറ്റുള്ള രീതികളും കാണിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 തരത്തിൽ ലീഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറ്റി കംപ്ലീറ്റ് ആയിട്ടും എല്ലാ ലീഫുകളും ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയായിട്ട് റെഡ് പേൾ ബീഡ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബീഡൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. കുറച്ച് നാൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതും നമ്മൾ പേൾ ബീഡാണ് 2 തവണ സ്റ്റിച്ച് ചെയ്ത് നല്ല സെക്യൂർ ആക്കി കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. വളരെ ഈസി ആയിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്രിസ്മസ് സ്പെഷ്യൽ വർക്കാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫോട്ടോസ് അയച്ചു തരണം. നമ്മുടെ നമ്പരും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്ത ഔട്ട്ലുക്ക് ഇതേപോലെ വരും. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.